പേരൂർക്കട എബനേസർ മാർത്തോമാ ചർച്ചിന്റെ എൽഡേഴ്സ് നെസ്റ്റ് മെമ്പേഴ്സ് തിരുവനന്തപുരത്തിനടുത്തുള്ള വെമ്പായത്തുള്ള മ്യൂസിയം ഓഫ് ദി വേർഡിലേക്ക് നടത്തിയ യാത്ര. മ്യൂസിയം ഓഫ് ദി വേർഡ് അഥവാ ബൈബിൾ മ്യൂസിയത്തിലാണ് ഈ ഇന്റർ ഡിനോമിനേഷൻ ക്രൈസ്റ്റ് ചർച്ച് സ്ഥിതി ചെയ്യുന്നത്. ബ്രദർ മാത്യു വെർഗീസ് നിർമ്മിച്ച ഈ ചാപ്പൽ വേദപുസ്തകത്തിലെ സകല വിശുദ്ധന്മാരുടെയും പഴയതും പുതിയതുമായ രൂപങ്ങൾ ഉൾപ്പെടെ ബൈബിൾ ചിത്രങ്ങളാൽ അലങ്കരിച്ച ഒരു മതവിഭാഗത്തിന് പുറത്തുള്ള ആരാധനാലയമായി വർത്തിക്കുന്നു. ക്രിസ്തീയ വിശ്വാസത്തിന്റെ അടിത്തറയെ എടുത്തുകാണിക്കുന്നതിനും വിവിധ വിഭാഗങ്ങൾക്കിടയിൽ ഐക്യം പ്രോത്സാഹിപ്പിക്കുന്നതിനുമാണ് ചാപ്പൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഉൾഭാഗം മദർ തെരേസ്, പോപ്പ് ജോൺ പോൾ രണ്ടാമൻ എന്നിവരുൾപ്പെടെ പുരാതനവും ആധുനികവുമായ വിശുദ്ധരുടെ വിവിധ രൂപങ്ങളുള്ള ഒരു ബലിപീഠം ഇതിന്റെ സവിശേഷതയാണ്. ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം വലിയ മെത്രാപ്പോലീത്തയുടെ ഫോട്ടോകളും വസ്ത്രങ്ങളും കുരിശുമാല മുതലായവ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ സന്നിധിയായിരിക്കുന്ന എല്ലാവരെക്കാളും പ്രായം കൂടുതൽ എനിക്കാണ്. എന്നാൽ ഇതുപോലൊരു സ്ഥാപനം ഞാൻ കണ്ടിട്ടില്ല. ഇത് വലിയൊരു സംഗതിയാണ്. കേരളത്തിലുള്ള ലോകത്തെ പഠിക്കുകയും ദൈവത്തെ മനസ്സിലാക്കുകയും ചെയ്യണം എന്ന താല്പര്യമുള്ള എല്ലാവരും ഇവിടെ വന്ന് ഒരാഴ്ച താമസം. ഇത് കേരളത്തിനുള്ള വലിയൊരു സംഭാവന. ദൈവത്തിന്റെ സൃഷ്ടിയായ ലോകത്തെ മനസ്സിലാക്കുന്നത്. തിരുമേനി ഈ മ്യൂസിയം സന്ദർശിച്ചപ്പോൾ പറഞ്ഞ വാക്കുകളാണ്. ഇനി നമ്മൾ പോകുന്നത് ബൈബിൾ പറഞ്ഞിരിക്കുന്ന ഏദൻ തോട്ടം, ഏഷ്യയിലെ ഏറ്റവും വലിയത്, ബാബേൽ ഗോപുരം തുടങ്ങിയ ബൈബിൾ കഥകളുടെ പ്രദർശനങ്ങൾ ചുറ്റുമുള്ള മ്യൂസിയത്തിൽ ഉൾപ്പെടുന്നു. സന്ദർശകർക്ക് ധ്യാനത്തിനും പ്രാർത്ഥനയ്ക്കുമുള്ള ഒരു സ്ഥലമായി ഇത് പ്രവർത്തിക്കുന്നു. ചരിത്രപരവും ബൈബിൾപരവുമായ പ്രദർശനങ്ങൾക്ക് പുറമെ ഒരു അതുല്യമായ ആത്മീയ അനുഭവം പ്രദാനം ചെയ്യുന്നു. ദൈവം സ്വന്തം വിരൽ കൊണ്ട് എഴുതിയ വചനം മനുഷ്യർക്ക് നൽകിയതുമുതൽ അവരുടെ പുരോഗതി പ്രദർശിപ്പിക്കുന്നതിനായി സർവശക്തനായ ദൈവം ഡോക്ടർ മാത്യൂസ് വെർഗീസിന് നൽകിയ ദർശനത്തിന്റെ പൂർത്തീകരണമാണ് മ്യൂസിയം ഓഫ് ദി വേർഡ്. ലോകത്തിലെ ഇത്തരത്തിലുള്ള ആദ്യത്തേതായ മ്യൂസിയം ഓഫ് ദി വേർഡ് വിശുദ്ധ ബൈബിളിന്റെയും അതിന്റെ പൈതൃകത്തിന്റെയും സ്വാധീനം പ്രദർശിപ്പിക്കുന്ന ഒരു മ്യൂസിയമാണ്. ബൈബിൾ തീം പാർക്കിലെ കൂറ്റൻ ബൈബിൾ ആവിഷ്കാരം ശ്രദ്ധ നേടുകയാണ്.
ലോക റെക്കോർഡ് വലിപ്പമുള്ള ശില്പം എന്ന് സന്ദർശകർ പലപ്പോഴും പരാമർശിക്കുന്ന വിശുദ്ധ ബൈബിളിന്റെ ഒരു തുറന്ന പുസ്തക പകർപ്പ് പൊതുജനങ്ങൾക്കായി ഈ ബൈബിൾ സമർപ്പിച്ചതിനുശേഷം നിരവധി പേരാണ് ഇവിടേക്ക് എത്തുന്നത്. ഭൂമിയിലെ ഏറ്റവും വലിയ ബൈബിൾ ഇതാണെന്ന് അവകാശപ്പെടുന്നു. എന്നാൽ കോൺക്രീറ്റിൽ നിർമ്മിച്ച ലോകത്തിലെ ഏറ്റവും വലിയ 25 അടി ഉയരവും 25 അടി വീതിയും ഉള്ള ബൈബിൾ പ്രതിമ കേരളത്തിലെ കടുത്തുരുത്തിയിലുള്ള മാംഗോ മെഡോസ് അഗ്രികൾച്ചറൽ തീം പാർക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് നേരത്തെ റഷ്യയുടെ ഭാഗമായിരുന്ന ലത്തുവാനിലെ ഒരു മലയെ പ്രതിനിധീകരിക്കുന്നു. ഇതിന്റെ പേരാണ് ഹിൽ ഓഫ് ക്രോസസ്. ഇത് റഷ്യൻ ഭരണകൂടത്തിന് എതിരായി നടന്ന വിപ്ലവത്തിൽ കൊല്ലപ്പെട്ട ജനങ്ങളുടെ പ്രിയപ്പെട്ടവരെ ആദരിക്കാൻ സാർ ഭരണകൂടം കൂട്ടാക്കാതിരുന്നപ്പോൾ അവരുടെ സ്മരണയ്ക്കായി ഈ കുന്നിൽ തടി കുരിശുകൾ വെക്കുന്ന പതിവ് ആരംഭിച്ചു. 20-ാം നൂറ്റാണ്ടിന്റെ ആരംഭമായപ്പോൾ ഹിൽ ഓഫ് ക്രോസസ് ഒരു തീർത്ഥാടന കേന്ദ്രമായി മാറി. റഷ്യൻ ഭരണകൂടം ഇതിനെ നശിപ്പിക്കാൻ പലതവണ ശ്രമിച്ചു. എന്നാൽ വിശ്വാസികൾ കുരിശുകൾ വച്ചുകൊണ്ടേയിരുന്നു. 1993 വിശുദ്ധ ജോൺ പോൾ മാർപ്പാപ്പ സന്ദർശിച്ച വിശുദ്ധ ബലി അർപ്പിച്ചു. അതോടെ ആഗോള തീർത്ഥാടന കേന്ദ്രമായി മാറി. അതിന്റെ ആവിഷ്കാരമാണ് ഇവിടെ കാണുന്ന ഈ സൃഷ്ടി. നേരെ മുമ്പിൽ കാണുന്നത് പ്രാർത്ഥനാ ഗുഹകളാണ്. പരീക്ഷണങ്ങളുടെയും ഒറ്റപ്പെടലിന്റെയും ആത്മീയ അഭയത്തിന്റെയും സമയങ്ങളെയാണ് ഈ ഗുഹകൾ പ്രതിനിധീകരിക്കുന്നത്. അവിടെ വിശ്വാസ് വീരന്മാർ അപകടത്തിലോ നിരാശയിലോ ആകുമ്പോൾ ദൈവവുമായുള്ള ബന്ധം നിലനിർത്താൻ വേണ്ടിയാണ്. മുമ്പോട്ട് പോകുമ്പോൾ കാണുന്നത് സമാഗമന കൂടാരം. യഹോവയെ ആരാധിക്കുന്നതിനുള്ള ഒരു പ്രത്യേക കൂടാരമാണിത്. സമാഗമന കൂടാരം തിരുനിവാസം എന്നും പേരുണ്ട്. ഈജിപ്തിൽ നിന്ന് പോന്ന ശേഷം ഒരു വർഷം കഴിഞ്ഞാണ് ഈ കൂടാരത്തിന്റെ പണി തീർന്നത്. യഹോവ മോശെ സീനായി പർവ്വത്തിൽ ആയിരുന്നപ്പോഴാണ് അത് ഉണ്ടാക്കേണ്ട വിധം യഹോവ അവന് പറഞ്ഞു കൊടുത്തത്. അത് എളുപ്പത്തിൽ അഴിച്ചേറ്റുക്കാവുന്നതുപോലെ പണിയണം എന്ന് അവൻ പറഞ്ഞിരുന്നു. അങ്ങനെയാക്കുമ്പോൾ ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ അതിന്റെ ഭാഗങ്ങൾ അഴിച്ചേറ്റുത്തുകൊണ്ടുപോകുന്നതിനും അവിടെ എത്തുമ്പോൾ അവ കൂട്ടി യോജിപ്പിക്കുന്നതിനും കഴിയുമായിരുന്നു. മരുഭൂമിയിൽ ഇസ്രായേല്യർ ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് പോയപ്പോഴെല്ലാം ഈ കൂടാരവും കൂടെ കൊണ്ടുപോയി. കർട്ടൻ മാറ്റി മുറിയുടെ ഉള്ളിലേക്ക് നോക്കിയാൽ അവിടെ ഒരു പെട്ടി നിങ്ങൾക്ക് കാണാം. ഇതാണ് നിയമപെട്ടകം. അതിന്റെ രണ്ടറ്റത്തും സ്വർണം കൊണ്ടുണ്ടാക്കിയ ഓരോ കെരൂബ് അഥവാ ദൂതൻ ഉണ്ടായിരുന്നു. 10 കൽപ്പനകൾ എഴുതിയ ആദ്യത്തെ കൽപ്പലക്കകൾ മോശെ പൊട്ടിച്ചു കളഞ്ഞതുകൊണ്ട് യഹോവ ഒരിക്കൽ കൂടി കൽപ്പലക്കകളിൽ അവ എഴുതിക്കൊടുത്തിരുന്നു. അവ ഈ നിയമപെട്ടകത്തിന്റെ ഉള്ളിലാണ് സൂക്ഷിച്ചിരുന്നത്. ഒരു പാത്രത്തിൽ മന്നായും അതിനുള്ളിൽ വെച്ചിരുന്നു. ഇതൊരു ബലിപീഠമാണ്. ഇവിടെയാണ് പുരോഹിതന്മാർ ധൂമവർഗം അർപ്പിക്കുന്നത്. ധൂമവർഗം എന്ന് പറയുന്നത് സുഗന്ധദ്രവ്യങ്ങളുടെ മിശ്രിതമാണ്. ഇവിടെ 7 തണ്ടുള്ള ഒരു വിളക്ക് ഉണ്ട്. പിന്നീട് ഒരു മേശയും അതിൽ 12 അപ്പവുമുണ്ട്. സമാഗമന കൂടാരത്തിന്റെ മുറ്റത്ത് വെള്ളം നിറച്ച ഒരു വലിയ പാത്രം അഥവാ ഒരു തൊട്ടിയുണ്ട്. കൈയും കാലും ഒക്കെ കഴുകുന്നതിനായി പുരോഹിതൻ ആ വെള്ളം ഉപയോഗിക്കുന്നു. ഒരു വലിയ ബലിപീഠം കാണാം. അതിലാണ് യഹോവയ്ക്കുള്ള യാഗമായി മൃഗങ്ങളെ ദഹിപ്പിക്കുന്നത്.
അവിടെ ആ പള്ളിയിൽ ഇട്ടോ അത് വഴി എടുക്കോ വെള്ളൂർ കൊള്ളതൊക്കെയാ. കൊച്ചുമോള് താഴെ കൊച്ചുമോൾ ഇത്ര സ്റ്റെപ്പ് കയറാൻ. ഓക്കെ ഇനി അതൊരാഴ്ചയൊക്കെ വന്നിരിക്കും. ഞാൻ പുരുഷനായിട്ട് ഒരാളെ മ്യൂസിയത്തിനകത്ത് വീഡിയോ എടുക്കാൻ അനുവാദമില്ല. ഉള്ളിലുള്ള കാഴ്ചയുടെ അവൈലബിൾ ആയ കുറച്ച് ഫോട്ടോഗ്രാഫ് ഇതിനോടൊപ്പം ചേർക്കുന്നു. യേശുക്രിസ്തുവിന്റെ കല്ലറയുടെ ഒരു മോഡൽ, വൈവിധ്യമാർന്ന ബൈബിളുകളുടെ ഒരു വലിയ ശേഖരണം, വിവിധ ഇടങ്ങളിലെ അനവധി കുരിശുകൾ, വിവിധ രാജ്യങ്ങളിലെ നാണയങ്ങൾ, ലാസ്റ്റ് സപ്പറിന്റെ ഒരു വലിയ ഫോട്ടോ, നമ്മൾ എവിടെ നിന്നാലും ക്രിസ്തുവും ക്രിസ്തുവിന്റെ കാൽപാദങ്ങളും നമ്മളെ നോക്കുന്നത് ആയിട്ട് നമുക്ക് തോന്നും. ഭൂമിയിലെ എല്ലാ രാജ്യത്തിന്റെയും സ്റ്റാമ്പ് ശേഖരണം, പലയിനം കാറുകളുടെ ചെറിയ മോഡലുകളുടെ ശേഖരണം, ഇനിയും പലതും അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇവയെല്ലാം കണ്ടു തീർക്കാൻ മണിക്കൂറുകൾ വേണം. ചിരിക്കാവുന്നവരൊക്കെ ചിരിക്കും. ലഞ്ചിനു ശേഷം ഞങ്ങൾ മടങ്ങുകയാണ്. ഇങ്ങനെ ഒരു യാത്ര തരപ്പെടുത്തിയ ശ്രീ എൻ ഫിലിപ്പിനോടും നെസ്റ്റിനോടും നന്ദി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അതുപോലെ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. പുതുതായി കാണുന്നവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. തുടർന്നും പുതിയ വീഡിയോകൾക്കായി കാത്തിരിക്കുക. എക്കാലയിൽ ട്രാവൽ ബ്ലോഗിന്റെ എല്ലാ വീഡിയോകളും യൂട്യൂബിൽ അവൈലബിൾ ആണ്, കാണാൻ മറക്കരുത്.